ഹലോ, മിസ് കുക്കിംഗ് ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മത്തങ്ങ കറിയാണ്. മത്തങ്ങ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മള് മത്തങ്ങ മൺകലത്തിൽ ഇട്ട് കൊടുക്കാം. മത്തങ്ങ കേക്ക് വൃത്തിയാക്കിയതാണ്, കട്ട് ചെയ്തിട്ട്. നമുക്ക് ഒരു തക്കാളി, ഒരു സവാള ചെറുത് കട്ട് ചെയ്തത്, ചെറിയൊരു തക്കാളി, ചെറിയൊരു സവാളയാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. മത്തങ്ങ വേവാൻ ആവശ്യത്തിനില്ലേ. അങ്ങനെ നമ്മള് മത്തങ്ങ സ്റ്റൗവിലൊക്കെ വെച്ച് കൊടുത്തു. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മള് മത്തങ്ങ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് മുളക് കുറച്ചത്. എരിവൊക്കെ നമ്മൾ എത്ര വേണമെന്ന് ആവശ്യത്തിനുള്ള ഉള്ളത് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യം വേണ്ടത്ര എരിവ്. അടച്ചു വെക്കാം. അങ്ങനെ നമ്മള് മത്തങ്ങ വേവാനായി. നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള അത്ര പോകുന്ന പുളിയാണ്. പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മള് മത്തങ്ങ പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വന്നു. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിപ്പ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മള് അടുപ്പത്ത് ചട്ടി വെച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരട്ടെ. നമുക്ക് ആദ്യം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മള് ഉള്ളിയൊക്കെ നല്ല വഴന്ന് വരട്ടെ. പുതിയ മൈക്കാണ്, അതുകൊണ്ട് സൗണ്ട് ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മൾ ഉള്ളിയും കടുകൊക്കെ താളിപ്പൊഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ മത്തങ്ങ സിമ്പിൾ കറി തയ്യാറ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൽക്ക് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.